ഇതേപോലെ മൊയിന നിങ്ങൾക്കും കൾച്ചർ ചെയ്യണോ? എന്നാൽ ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ മതി. ഈസ്റ്റ് അല്ലാതെ വേറൊന്നും ഞാൻ ഇവർക്ക് കൊടുത്തിട്ടില്ല. എന്നിട്ട് ഇതേപോലെ മൊയിന നല്ലപോലെ കൾച്ചറായി കിട്ടി. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം ഇതേപോലത്തെ ഒരു കണ്ടെയ്നർ വേണം. ബക്കറ്റോ ടബോ ഉണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലത്. പിന്നെ അതിലേക്ക് ഒരു പകുതിയോളം വെള്ളം എടുക്കുക. ഒന്നെങ്കിൽ നോർമൽ വാട്ടർ എടുക്കാം കിണറ്റത്തെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിഷ് ടാങ്കത്തെ വെള്ളം എടുത്താലും മതി. അതാകുമ്പോൾ ഒന്നും കൂടിയും ബെനിഫിറ്റ് ഉണ്ട്, കാരണം അതിൽ ഓൾറെഡി കുറച്ച് മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവും. അപ്പോൾ ഈ മൊയിനയ്ക്ക് പെട്ടെന്നൊരു ഹാബിറ്റായിട്ട് നല്ലൊരു കണ്ടീഷൻ കിട്ടും അവിടെ വളരാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് സ്റ്റാർട്ടർ കൾച്ചറാണ് മൊയിനയുടെ. അപ്പോൾ എൻ്റെ അടുത്ത് ഓൾറെഡി കുറച്ചുണ്ട്, അപ്പോൾ ഞാൻ അതിന് കുറച്ചെടുത്തതിക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ മൊയിനയുടെ സ്റ്റാർട്ടർ കൾച്ചർ ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അക്വേറിയം ഷോപ്പിൽ ചോദിച്ചാൽ കിട്ടും. ഇനി അവിടെ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഫിഷ് ഫാമിൽ ചോദിച്ചാലും ഈ സാധനം സുഖമായി കിട്ടും. മൊയിന വളരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈസ്റ്റിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോഴാണ് അവർക്ക് ഉള്ള ഫുഡും കിട്ടുള്ളൂ, അവർക്ക് മൾട്ടിപ്ലൈ ചെയ്യാനും പറ്റുള്ളൂ. അതിനായിട്ട് ഒരു ഗ്ലാസ്സിലൊരു പകുതി വെള്ളം എടുക്കുക. എന്നിട്ട് നമുക്ക് ഈസ്റ്റ് അതിക്ക് കുറച്ച് ആഡ് ചെയ്യുക. ആവശ്യത്തിന് മാത്രം ആഡ് ചെയ്താൽ മതി. ഒന്നെങ്കിൽ പൊടിയായിട്ടുള്ള ഇങ്ങനത്തെ ഈ തരിതരനുള്ള ഈസ്റ്റ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ആ വലിയ വട്ടത്തിലുള്ളത് ഏതായാലും ഉപയോഗിക്കാം. പക്ഷെ നല്ലോണം മിക്സ് ചെയ്യണം. അതിനുശേഷം ഒഴിച്ചെടുക്കുമ്പോൾ എപ്പോഴും ഒരു അരിപ്പ വെച്ചിട്ട് ഒഴിച്ചെടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് മൊയിന ക്രാഷ് ആവാൻ സാധ്യതയുണ്ട്. ഞാനിപ്പോൾ ഇവിടെ പകുതി ഒഴിക്കുന്നുള്ളൂ, കാരണം എനിക്ക് ബാക്കി പകുതി വേറൊരു ടാങ്കിലും ഒഴിക്കാനുണ്ട്. നിങ്ങൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും അരിപ്പ യൂസ് ചെയ്യണം. ഇതാണ് ഒരു പോയിന്റ് മൊയിന ക്രാഷ് ആവണത്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മാക്സിമം മൊയിന ക്രാഷ് ആവാണ്ട് നമുക്ക് കൾച്ചർ ചെയ്തെടുക്കാം. ഇതിപ്പോൾ എനിക്ക് ഞാൻ ഒഴിച്ചത് കാണാം, അത്ര കുറച്ച് ഒഴിച്ചാൽ മതി. മൊയിന കൾച്ചർ ചെയ്യുമ്പോൾ കൂടുതൽ പേർക്കും വരുന്നൊരു തെറ്റാണ് കൂടുതലായിട്ട് ഈസ്റ്റ് കലക്കിയത് ഒഴിച്ചു കൊടുക്കും. അതാണ് അവരുടെ മൊയിന പെട്ടെന്ന് ക്രാഷ് ആവാനുള്ള കാരണം. നമ്മൾ ഈസ്റ്റ് ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറഞ്ഞു പോയാലും വേണ്ടില്ല, പക്ഷെ കൂടരുത് ഒരിക്കലും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് നല്ലൊരു സ്ഥലത്ത് മാറ്റി വയ്ക്കാം, മഴയൊന്നും കൊള്ളാത്ത സ്ഥലത്ത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിന് മേലെ ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു വലയോ വെച്ച് അടയ്ക്കണം, അല്ലെങ്കിൽ കൊതു വന്നിട്ട് ഇതിൽ മുട്ടയിടാൻ സാധ്യതയുണ്ട്. പിന്നെ വേറെ ജന്തുക്കളും വന്ന് ചാടും, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ദിവസത്തിൽ ഒരു തവണ മാത്രം ഈസ്റ്റ് കലക്കിയ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അത് നിങ്ങൾക്ക് നോക്കിയാൽ വെള്ളത്തിൻ്റെ കളർ കണ്ട ഒരു ഐഡിയ കിട്ടും എത്ര ഒഴിക്കണോ വേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി 2 ദിവസം കഴിഞ്ഞിട്ടുള്ള മൊയിനയുടെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. നമുക്ക് നോക്കാം. ഇതിപ്പോൾ സൈഡിലൊക്കെ നല്ല രീതിക്ക് മൊയിന മൾട്ടിപ്ലൈ ആയിട്ടിരിക്കുന്നുണ്ട്. ചെറുതും വലുതുമായിട്ട് കുറേ ഉണ്ട്. വീഡിയോയിൽ കറക്റ്റ് കാണാനില്ല, ഞാനിതിൽ ഈസ്റ്റ് ഒഴിച്ചു കൊടുത്തു ഇപ്പോൾ. അതുകൊണ്ട് എന്നാലും ഇത് നോക്കുക, കാണാനുണ്ടാവും. സൈഡ് ഭാഗത്താണ് ഇവർ വല്ലാണ്ട് കൂട്ടമായിട്ട് നിൽക്കുക. ഞാൻ ജസ്റ്റ് മൊയിന നെറ്റ് ഉപയോഗിച്ചൊന്ന് കോരി കാണിച്ചു തരാം. കണ്ടോ, നല്ല രീതിക്കുണ്ട് ഇത്. അത് ഒരു വട്ടം കോരിയപ്പോൾ തന്നെ അത്ര കിട്ടി. ഇതിൻ്റെ സൈഡിലും അടിയിലായിട്ട് നല്ല രീതിക്ക് മൊയിന നിൽക്കുന്നുണ്ട്. നിങ്ങൾ ഓവർ ഫീഡ് ചെയ്യാൻ വെച്ചാൽ എന്താ പ്രശ്നമാവുക വെച്ചാൽ ഈ ബക്കറ്റിൻ്റെ അടിയിൽ ഈസ്റ്റ് ഇങ്ങനെ കെട്ടിക്കിടക്കും, അപ്പോൾ പെട്ടെന്ന് ക്രാഷ് ആവും. ഇതിപ്പോൾ ഒരു കുഴപ്പമില്ല. ഇത് ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള ഒരു മൊയിനയാണ്. ഇതിലും അത്യാവശ്യം നല്ല രീതിക്ക് മൊയിന കൾച്ചറായി വന്നിട്ടുണ്ട്. ഇതൊന്ന് ഞാൻ ഡെയിലി ഗപ്പീസിന് കൊടുക്കലുണ്ട് എടുത്തിട്ട്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് മൊയിന കൾച്ചർ ചെയ്യാൻ പറ്റണില്ല, ശരിയാവണില്ല എന്നുള്ളത്. അപ്പോൾ അത് ശരിയാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമത്തായിട്ട് മൊയിനയ്ക്ക് ഫീഡ് ചെയ്യണ കാര്യം തന്നെ ശ്രദ്ധിക്കണം. ഈസ്റ്റ് കൂടരുത് ഒരിക്കലും, അപ്പോൾ പെട്ടെന്ന് കേടുവരും. രണ്ടാമത്തായിട്ട് എപ്പോഴും ഒരു നെറ്റ് ഉപയോഗിച്ച് കവർ ചെയ്ത് വെക്കണം. ഇനി ഞാൻ ആദ്യം കൾച്ചർ ചെയ്ത ബക്കറ്റ് കാണിച്ചു തരാം. ഇതിൽ അത്യാവശ്യം നല്ല രീതിക്ക് ഉണ്ട്, പക്ഷേ അടിയിൽ കുറച്ച് പാട പോലെ കെട്ടിക്കിടക്കുന്നുണ്ട്. ഞാൻ അരിക്കാണ്ട് ഈസ്റ്റ് കൊടുത്തോണ്ടാണ്. അതുകൊണ്ട് ഞാൻ വേറെ 2 പുതിയ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിലൊന്നും ഒരു കുഴപ്പമില്ല, നല്ല രീതിക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും കൾച്ചർ ചെയ്യുമ്പോൾ ഒറ്റ ബക്കറ്റിൽ മാത്രം ചെയ്യാണ്ട് അതിൽ കുറച്ച് മൾട്ടിപ്ലൈ ആകുമ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് വേറൊരു ബക്കറ്റിലും കൂടിയും കൾച്ചർ ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അതാകുമ്പോൾ ഒന്ന് ക്രാഷ് ആയാലും വേറൊന്നും ഉണ്ടാവില്ല ബാക്കപ്പിന്. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യണത്. ഇപ്പോൾ ടോട്ടൽ 3 ഉണ്ട്. അപ്പോൾ ഒന്ന് കേടന്നാലും ബാക്കി 2 ഉണ്ടല്ലോ. നമുക്ക് വേണമെങ്കിൽ പുതിയത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിൽ നിന്ന് കുറച്ച് മൊയിന എടുത്തിട്ട് ഇതേപോലെ ചെയ്താൽ മതി. അതാകുമ്പോൾ നമ്മുടെ കയ്യിൽ മൊയിന കഴിയില്ല. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് കൾച്ചർ ചെയ്ത് നോക്ക്. പിന്നെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.